യേശുവിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ 12 ദിനമായി നാം ഈ നോമ്പുകാലത്തിലൂടെ ഈശോയുടെ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രയാണം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയോട് കൂടിയാണ് നാം പ്രയാണം ചെയ്യുന്നത്. എന്നാൽ നമ്മെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഇന്ന് നമുക്കായി ഈശോ നൽകുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 18 വരെ തിരുവചനങ്ങളാണ്. നമുക്കത് ഭയഭക്തിയാദരങ്ങളോടെ ശ്രവിക്കാം. യേശുവും നിക്കോദേമോസും. ഫരിസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണിയുണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബേ, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദേമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നാം കർത്താവിൻ്റെ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് ചിന്താ വിഷയമായി കർത്താവ് തരുന്നത് ഈ ലോകത്തെ നോക്കിക്കൊണ്ടാണ്. ഈ ലോകത്തെ മാത്രം നോക്കി, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച്, ഈ ലോകത്തിൽ മാത്രം കണ്ണു നട്ട് ഇതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന വ്യംഗ്യേന സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമൊക്കെയാണ് ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം ജനങ്ങളും.
ഈ ലോകത്തിലുള്ള ഏകദേശം 700 ചില്ലുവാനും കൂടി ജനങ്ങളിൽ ഒരു ചെറിയ വിഭാഗം മാത്രമായിരിക്കും ഇതിനപ്പുറത്ത് മറ്റൊരു ജീവിതം. നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്ന് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ അത് വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമാണ്. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ തന്നെ പരിശുദ്ധനായവൻ പിതാവായ ദൈവം ആകർഷിക്കണം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞത്, പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്നിലേക്ക് വരില്ല എന്ന്. എന്തിനു വേണ്ടിയാണ് അവിടുത്തെ സന്നിധിയിലേക്ക് വരേണ്ടത്? ദൈവകൃപ ലഭിക്കാൻ. എന്തിന് ദൈവകൃപ? ദൈവത്തിൽ ആശ്രയിക്കാൻ, ഈശോയിൽ പൂർണ്ണമായി വിശ്വസിക്കാൻ. ആ വിശ്വാസം മൂലം സ്വർഗത്തിൽ നമ്മുടെ ഇടം സ്ഥിരമാക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം. ഒരു വ്യത്യാസവും കൂടാതെയാണ് നമ്മളെ സൃഷ്ടിച്ചത്. അകപ്പാടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നത് സ്ത്രീയും പുരുഷനുമായിട്ട് മാത്രമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നോക്കുമ്പോൾ ഇവിടെ വിഭിന്നങ്ങളായ ശ്രേണിയിലുള്ള ആളുകളെയാണ് നാം കാണുന്നത്. നമ്മുടെ ഇടയിൽ തന്നെ ചിലർ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വ്യാപരിക്കുന്നവരുണ്ടാകാം, അധികാരമുള്ളവരുണ്ട്, സമ്പന്നരുണ്ട്, മറ്റുള്ളവരാൽ മാനിക്കപ്പെടുന്നവരും ആദരിക്കപ്പെടുന്നവരുമുണ്ട്. എന്നാൽ നമ്മുടെ കഥാനായകൻ നിക്കോദേമോസിന്റെ ഗണത്തിൽപ്പെട്ടതാണോ? നിക്കോദേമോസ് ആരാണ്? നിക്കോദേമോസ് യഹൂദരുടെ സുപ്രീം കോർട്ടായ സാൻഹെദ്രിൻ സംഘത്തിന്റെ 72 ജഡ്ജിമാരിൽ ഒരുവനാണ്. അദ്ദേഹം ധനാഢ്യനാണ്, അദ്ദേഹം പഠിപ്പും പ്രതാപവുമുള്ളവനാണ്, അദ്ദേഹത്തെ മാനിക്കുന്നവരാണ് താഴെയുള്ള എല്ലാവരും. അതിനേക്കാൾ കൂടുതലായി അദ്ദേഹം ഫരിസേയ ഗണത്തിൽപ്പെട്ടവരാണ്. ആരാണ് ഈ ഫരിസേയൻ? ഫരിസേയൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ കുറേ എങ്കിലും അവർക്കാവുന്ന വിധം പാലിച്ച് ജീവിക്കുന്നവരും, അതുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വിമുഖത കാണിക്കുന്ന മറ്റവരിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരുമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവർ അതിൽ നിന്നെല്ലാം ഉയർന്ന് വലിയൊരു ശ്രേണിയിൽ വ്യാപരിക്കുന്നവർ. മറ്റൊരു വിശേഷണം നമ്മുടെ കഥാനായകൻ നിക്കോദേമോസിന് കൊടുക്കാനുള്ളത്, അദ്ദേഹം ഇതെല്ലാം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് പണമുണ്ട്, പ്രതാപമുണ്ട്, വലിയ ജോലിയുണ്ട്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുണ്ട്, എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ഒരു ശൂന്യത, ഒരു എംപ്റ്റിനെസ്, ഒരു ഒന്നുമില്ലായ്മ അനുഭവിച്ചിരുന്നവനാണ്. എന്ന് വെച്ചാൽ ആയിരിക്കുന്ന അവസ്ഥയിൽ മടുപ്പ് തോന്നി തുടങ്ങിയ ഒരു വ്യക്തി, ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു മടുപ്പ് തോന്നി തുടങ്ങിയ ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അദ്ദേഹം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ യഹോവ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. അവസാനം ഞാൻ എൻ്റെ പുത്രനെ, രക്ഷകനെ ഈ ലോകത്തിലേക്ക് അയക്കും, അവൻ മൂലം മാത്രമേ രക്ഷ കൈവരൂ എന്ന്. അപ്പോൾ നമ്മുടെ ഈ കഥാനായകൻ നിക്കോദേമോസ് ആയിരിക്കുന്ന അവസ്ഥയിൽ, മടുപ്പ് തോന്നി തുടങ്ങിയ ആ അവസ്ഥയിൽ ഒരു പ്രത്യേക വഴിത്താര തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈശോയിലേക്ക് വരുന്നത്. ഈശോയിലേക്ക് വരാൻ മറ്റൊരു കാരണവും കൂടിയുണ്ട്. അന്ന് ജെറൂസലേം ദേവാലയത്തിൽ മനുഷ്യരെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഈശോ. അദ്ദേഹം അത്ഭുതങ്ങൾ ചെയ്യുകയും മാത്രമല്ല, അടയാളങ്ങൾ കാണിച്ചിരുന്നു. എന്താണ് ഈ അടയാളങ്ങൾ? യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവനും നമ്മൾ അത്ഭുതമെന്ന് കാണില്ല, അടയാളങ്ങൾ എന്നാ കാണുക. എന്താണ് കാരണം? അടയാളം ഞാൻ ദൈവമാണ് എന്ന് പ്രതിനിധാനം ചെയ്യുന്ന വചനത്തെയാണ് അടയാളം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ കേൾക്കുകയാണ്, അവസാനം അത് കാണുകയാണ്. അങ്ങനെയാണ് ഒരു തുറവി തേടി, ഒരു പുതിയ ബന്ധാവ് തേടി ഈ നിക്കോദേമോസ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. അത് ഇരുട്ടത്താണ് വരുന്നതാണ് പറയുന്നത്. എന്താണ് ഈ ഇരുട്ട്? വിശ്വാസമില്ലായ്മ.
നമ്മിലൊക്കെ വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. ഈ സമൂഹത്തിൽ തന്നെയുണ്ട്. വിശ്വാസമില്ല ആളുകൾ പറയും, ഓ അതൊക്കെ അവർക്കത് ബാധകമായിരിക്കാം, നമുക്കത് ബാധകമല്ല. കാരണം ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പണമുണ്ട്, പ്രതാപമുണ്ട്, ജോലിയുണ്ട്, വരുമാന മാർഗമുണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇനി ഒന്നിനും കുറവില്ല. ഞങ്ങൾക്ക് വലിയ വീടുണ്ട്, യാത്ര ചെയ്യാൻ കാറുണ്ട്, സകല സംവിധാനങ്ങളും കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ. 1 കൊരിന്തോസ് 4:7 ഒരു വചനം നമ്മോട് പറയുന്നുണ്ട്, നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത്. ഈ കാണികളോട് എല്ലാവരോടും പറയുക, നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത്. ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ദാനമായിരിക്കെ നീ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് അഹങ്കരിക്കുന്നു? ഇത് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമാണ്. കർത്താവ് ഇപ്പോഴും ചോദിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വിചാരം ഇത് ഞാൻ പണിയെടുത്ത് സമ്പാദിച്ചതാണ്, എന്നോട് ആരുണ്ട് ചോദിക്കാൻ? ഇല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ പണിയെടുത്തുണ്ടാക്കിയതല്ല. ശരിയാണ്, നീ പണിയെടുത്തു എന്നുള്ള വ്യാജന. പക്ഷെ അത് ആര് നിന്നെ പണിയെടുക്കാൻ അനുവദിച്ചു? ആര് നിനക്ക് ആരോഗ്യം തന്നു? ആര് നിനക്ക് ബുദ്ധിശക്തി തന്നു? ഇതെല്ലാം എൻ്റെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു. അവനാണ് ദാനമായി നൽകിയത്, നീ ചോദിച്ചിട്ടൊന്നുമല്ല. അത് ദാനം നൽകുകയാണ് ചെയ്തത്. ആ ദാനം ലഭിച്ച നീ എന്തിനാണ് ഈ അഹങ്കരിക്കുന്നത്? അഹങ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ക്യാപിറ്റൽ സിന്നാണ്. അഹങ്കാരം നമ്മെ തകർത്തു കളയും. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ നിക്കോദേമോസ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. അവൻ ചോദിച്ചു, അവനറിയാം there is something in him, എനിക്കൊരു പ്രത്യാശയുണ്ട്, there is salvation in him എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. പക്ഷെ ഒരു ശകലം വിശ്വാസമുള്ളത് കൊണ്ട് അവൻ ഈശോയോട് പറയുകയാണ്, ദൈവം കൂടെ ഇല്ലാത്ത ഒരുവനും ഇത് സാധ്യമല്ല. ഏത്? ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം നിക്കോദേമോസ് വിശ്വസിക്കുകയാണ് എന്തെന്ന്, വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ ഇവൻ തന്നെ ആയിരിക്കുമോ എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഈശോ അവനോട് പറയുകയാണ്, ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ, ഇതെല്ലാം ആഴമായി ഗ്രഹിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. എന്താണ് ഈ വീണ്ടും ജനനം? നമുക്കറിയാം, നമ്മളൊക്കെ അമ്മയുടെ ഉദരത്തിൽ 10 മാസം ജനിക്കപ്പെട്ട് കിടന്നവരാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ 9 മാസവും 7 ദിവസവും 7 മണിക്കൂറും നമ്മൾ കിടന്നിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നിട്ടുള്ളത്. അന്ന് കിടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ലോകം അമ്മയുടെ ഉദരം മാത്രമായിരുന്നു. അമ്മയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു, അമ്മയിൽ നിന്ന് ഞാൻ ഭക്ഷണം സ്വീകരിക്കുന്നു, അമ്മയിൽ നിന്ന് ഞാൻ പോഷകങ്ങൾ സ്വീകരിക്കുന്നു, അമ്മ എന്നോട് സംസാരിക്കുന്നു, അമ്മയുടെ സ്വരം ഞാൻ ശ്രവിക്കുന്നു, എൻ്റെ ഭാഷയിൽ, ഞാൻ അറിയുന്ന ഭാഷയിൽ. എന്നാൽ ഈ 10 മാസം തികയുമ്പോൾ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ഈ ലോകത്തിലേക്ക് ജനിക്കുകയാണ്. ഇതാണ് വീണ്ടും ജനനം. അപ്പോൾ ഈ നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം എന്ന് വെച്ചാൽ ഒരു ബോൺ അഗെയിൻ എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥവ്യാപ്തി. യു മസ്റ്റ് ബി ബോൺ ഫ്രം എബവ്. ഉന്നതത്തിൽ നിന്ന് ജനിക്കണം, കർത്താവിൽ നിന്ന് ജനിക്കണം, എങ്കിലേ നിനക്കിതൊക്കെ മനസ്സിലാകൂ. വീണ്ടും കർത്താവ് അവനോട് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഈ നിത്യജീവൻ അന്വേഷിച്ചാണ് നിക്കോദേമോസ് നടന്നിരുന്നത്. ഈ ശൂന്യത നികത്താൻ വേണ്ടിയാണ് നിക്കോദേമോസ് നടന്നിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് കർത്താവെ ഈ നിത്യരക്ഷ എനിക്ക് ലഭിക്കുന്നത് എന്ന് അവൻ ചോദിച്ചില്ല. പക്ഷേ ഈശോ അവനോട് പറഞ്ഞു, പിതാവായ ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് അവൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് നിനക്ക് രക്ഷകനായി അയക്കും. അതെങ്ങനെയാണെന്നും കർത്താവ് വീണ്ടും പറയാണ്. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി. എന്തിനു വേണ്ടിയാണ് ഉയർത്തിയത്? പാപം ചെയ്ത് ദൈവത്തോട് മല്ലടിച്ച് ദൈവത്തെ ധിക്കരിച്ച് മോശയെ ധിക്കരിച്ച് ചണ്ട കൂടി നടന്നിരുന്ന അവരുമായി കർത്താവ് ഫെഡബറിയലി അങ്ങനെ ഫെഡപ്പായപ്പോഴാണ് കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് എന്തിനെ അയച്ചു? പറക്കുന്ന സർപ്പത്തെ അയച്ചു. പറക്കുന്ന സർപ്പം, അതിൻ്റെ ദംശങ്ങളേറ്റ എല്ലാവരും മരിച്ചു വീണു. അങ്ങനെ മരിച്ചു വീണ് കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്രായേൽ ജനത്തിന് ബോധോദയമുണ്ടായത്. കാരണം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഞങ്ങളോട്, എന്നു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക്
നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എന്ന്. അങ്ങനെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസിക്കായ മൂലമാണ് അവർ ദൈവവുമായും മോശയുമായും സണ്ട കൂടിയത്. അങ്ങനെ ആളുകൾ മരിച്ചു വീണപ്പോഴാണ് അവർ ചിന്തിക്കാൻ തുടങ്ങി, ഈ വിധത്തിൽ പോയാൽ നാം ഒരിടത്തും എത്തൂല. അതുകൊണ്ട് അവർ മോശയെ സമീപിച്ച് പറഞ്ഞു, ഗുരു, പ്രഭു, ഞങ്ങൾ പാപം ചെയ്തു, അങ്ങേക്കും ദൈവത്തിനെതിരായി ഞങ്ങൾ പാപം ചെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. മോശ കർത്താവ് തന്നെ പറയുന്നതാണ്, ഈ ലോകത്തിൽ മോശയേക്കാൾ ക്ഷമയുള്ള ഒരു മനുഷ്യനില്ല. ആ മോശ കർത്താവിനോട് യാചിക്കുകയാണ്, അവരുടെ പാപങ്ങൾ അങ്ങ് ഓർക്കരുതേ, അവരെ ഇനിയും ശിക്ഷിക്കരുതേ. മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അവരുടെ മുമ്പിൽ നാട്ടുക, എന്നിട്ട് സർപ്പദംശനമേറ്റ എല്ലാവരെയും അതിൽ നോക്കാൻ പ്രേരിപ്പിക്കുക, അവർ ജീവിക്കും. ഇവിടെ ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്? ഗാഗുൽത്താമലയിൽ, കാൽവരിയിൽ യേശു കുരിശിന്മേൽ തൂങ്ങി നിൽക്കുകയാണ്. അവൻ പാപിയായിരുന്നിട്ടാണോ? അല്ല. മനുഷ്യന്റെ പാപങ്ങൾ അവനിലുണ്ടോ? ഇല്ല. എന്നാൽ അവൻ ഈ മനുഷ്യരുടെ, തൻ്റെ മക്കളായ ഈ മനുഷ്യരുടെ പാപങ്ങളെല്ലാം അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതെല്ലാം ഈ കുരിശിൽ അവൻ തറക്കുകയാ ചെയ്തത്. എല്ലാ പാപങ്ങളും അവൻ ഈ കുരിശിൽ തറച്ചു രക്ഷകനായി. ഇവിടെയാണ് രക്ഷ. ഇവിടെ ആരാണ്? മോശ അവിടെ പിച്ചള സർപ്പത്തിന്റെ മുന്നിൽ മോശ നിന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ നോക്കുക എന്ന്. ഇവിടെ കർത്താവിന്റെ കുരിശിന്റെ കീഴെ പരിശുദ്ധ അമ്മ നിന്നിട്ട് പറയുകയാണ്, പാപികളും ബലഹീനരുമായ മക്കളെ, നിങ്ങൾ എൻ്റെ പുത്രനിലേക്ക് നോക്കുക, നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടും, നിങ്ങൾ നിത്യരക്ഷ പ്രാപിക്കും. ഈ നിത്യരക്ഷയെക്കുറിച്ചാണ് നിക്കോദേമോസിനോട് കർത്താവ് ഇത്ര നേരം സംസാരിച്ചത്. ഈ നിത്യരക്ഷയെക്കുറിച്ചാണ് കർത്താവ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ഈ നിത്യരക്ഷ നാം ആർജിച്ചേ മതിയാവൂ. കാരണം അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അവനിൽ ഉടികൊള്ളാൻ, അവനിൽ വസിക്കാൻ, അവനെ അനവരതം പാടി പുകഴ്ത്താൻ, അന്തമില്ലാത്ത ജീവിതത്തിൽ അവനെ മുഖം കണ്ട് ആനന്ദിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ആണ് നാം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും ആയിരിക്കുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഈ ലോകം അത് വളരെ നിസ്സാരമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇറ്റ്സ് ഓൺലി മോമെന്ററി. അത് അല്പസമയം കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയെല്ലാം മാഞ്ഞു പോകും. ഒരുപക്ഷെ നിങ്ങളുടെ പണവും പതാവും അതൊക്കെ എടുത്തു മാറ്റപ്പെടും. ദാനം ലഭിച്ചതെല്ലാം എടുത്തു മാറ്റപ്പെടും. ഓർക്കുക, ഒന്ന് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, നിത്യരക്ഷ, കർത്താവിനോട് കൂടിയുള്ള രക്ഷ, കർത്താവിനോട് കൂടിയുള്ള ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ ജാഗരൂകരായി ഇരിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ സ്നേഹം അനുഭവിച്ച് അങ്ങ് ഞങ്ങളോട് പറഞ്ഞ തിരുവചനങ്ങളെല്ലാം ഞങ്ങൾ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. കരുണാമയനായ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും ഞങ്ങളുടെ പോരായ്മകളും കുറവുകളും എല്ലാം പരിഹരിച്ച് നിത്യരക്ഷയിലേക്ക് ഞങ്ങളെ അങ്ങ് ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഞങ്ങളെ എല്ലാവരെയും, ഈ ലോകത്തിലുള്ള സർവ്വ മക്കളെയും അങ്ങയുടെ പുത്രൻ്റെ മുന്നിലേക്ക് ഉയർത്തി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങളിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്ക തണലേകും നാഥൻ